തനത് രാഷ്ട്രീയത്തിന് മുമ്പേയുള്ള മാവൂർക്കാരുടെ കൃഷിയോടുള്ള ആഭിമുഖ്യവുമൊക്കെ നമുക്കൊക്കെ ഏവർക്കും അറിയുന്നതാണ്. കാർഷിക മേഖലയിൽ മൊത്തത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഉണർവ്, ആ ഉണർവിന്റെ പ്രതിഫലനം നമ്മുടെ പഞ്ചായത്തിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പദ്ധതി വേണ്ടത് ഞങ്ങളോട് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ മാവൂരാണ് അതിന് നല്ലത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ ചാലിയാറിൻ്റെ കരയിൽ കാർഷിക പ്രധാനമായ ഒരു പ്രദേശമാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ അക്വയർ ചെയ്ത് കൊടുത്ത സ്ഥലം നാസിമിന് കഴിയുന്നുണ്ട്. അതിൻ്റെ പുറമെ അവർ സ്വന്തമായി വാങ്ങിയ സ്ഥലവും വരുന്നുണ്ട്. അതിൽ ചില ആളുകൾക്കൊക്കെ അവർ കൃഷി ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഏകാപരമായി കൊടുക്കുന്നില്ല, പക്ഷെ കൃഷി ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃഷി പോലായതായി നിങ്ങളെല്ലാം അനുവാദത്തോട് പ്രഖ്യാപിക്കുക. ഞാൻ കയറി അകത്ത് കണ്ടു. നല്ല എല്ലാ സൗകര്യങ്ങളും എല്ലാം നല്ലവണ്ണം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൃഷി ഓഫീസല്ല, അതിൽ 10-30 വർഷം മുമ്പ് ശ്രീ വി വി രാഘവൻ കേരളത്തിലെ കൃഷിമന്ത്രിയായിരിക്കുമ്പോൾ ഈ ഓഫീസ് എന്നുള്ളതൊന്ന് മാറ്റി കൃഷിഭവനം. ഓഫീസും ഭവനും തമ്മിൽ വാക്ക് പാഴിപ്പോൾ തന്നെ നമുക്കറിയാം. ഭവൻ എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറയുന്നത് ഭവനമാണ്. കൃഷിഭവനം അത് കർഷകർക്ക് അവരുടെ വീട് പോലെ കണക്കാക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ ദീർഘവീക്ഷണമാണ് ആ തലമുറയിലുള്ള നേതാക്കന്മാരുടെ ഉൾപ്പെടെ മനസ്സിലുണ്ടായതെന്ന് ആലോചിച്ച് നോക്കുക. വെർജിൻ കോക്കനട്ട് ഓയിലെങ്കിലും നമുക്ക് മാവൂർ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ പുറത്തിറക്കാൻ നമുക്ക് വരും. നമ്മൾ MLA-യുടെയും മന്ത്രിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കാര്യമല്ല. അവരൊക്കെ ഈ സമ്മേളനത്തിൽ വന്നുകൊണ്ട് വാചകം പറഞ്ഞു പരാതി ജീവിക്കേണ്ടത് നിങ്ങളാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കും ഭക്ഷണത്തിലേക്കും കൃഷിയിലേക്കും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും സാധിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി മാധവൻ നായരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി സാർ. കേരഗ്രാമം പദ്ധതിയിലെ PT റഹീം സാറാണ്. ഈ പറഞ്ഞ പോലെ കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സമയം ഫീൽഡിൽ ചെലവഴിക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് സ്മാർട്ട് കൃഷിഭവൻ ആവണം എന്ന് ഞാനും ആത്മാർത്ഥമായി വിചാരിച്ചത്. മുന്നത്തെ കൃഷി ഓഫീസർ ഇരുന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇനോവേഷൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു സമയത്തേക്കാണ് എല്ലാം പുറത്തു വന്നത്. എങ്കിലും അവരെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും ഇത്ര നല്ലൊരു സംസാരിക്കാനും അവസരം കൊടുത്തത് വളരെയധികം സന്തോഷമായിട്ട് തന്നെ കാണുകയാണ്.